ഒരു സാധനം ഉണ്ടാക്കാൻ പോകുമ്പോ മിനിമം അതിനകത്ത് എന്ത് വേണമെങ്കിലും നോക്കണം. ഇത് അവസാനേ പറയുള്ളൂ, ഞാൻ എന്ത് ചെയ്യാനാ? പാടാ ഇത് അതും കൂടി ഉണ്ടാക്കാം, ഇത് എനിക്ക് പറഞ്ഞാൽ ഉണ്ടാക്കിയ സത്യം പറഞ്ഞില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് അല്ലേ? അതെ, അതെ, നമ്മൾ അന്ന് പറഞ്ഞ ഇവനാണ് ഗൈസ്. അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇവനല്ലേ പറഞ്ഞത് എന്താ വേണ്ടെന്ന് പറഞ്ഞു. പാസ്ത ആക്കട്ടെ, അടുത്ത പാസ്ത അപ്പൊ ഇവൻ തന്നെ രാമുണ്ടൻ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫോണൊക്കെ നോക്കി ചുമ്മാ ഇരിക്കാൻ പോവാണ്. അപ്പൊ രാമുണ്ടാണ് അപ്പൊ രാമുണ്ടൻ ഇന്ന് ഫുൾ കുക്ക് ചെയ്യാൻ പോവാണ്. ഇന്ന് ഫുൾ അല്ല, പാസ്ത മാത്രമേ ഉള്ളൂ. ആൻഡ് പാസ്ത നമുക്കറിയാം ഭയങ്കര ഈസി റെസിപ്പിയാണ്. രാമുണ്ടത് പുഷ്പം പോലെ പറ്റും അല്ലെ? അപ്പൊ എല്ലാം സെറ്റാണ്. അപ്പൊ എന്താക്കാൻ പോണെയാണ് നമുക്കിത് കാണാൻ. കഴിക്കാൻ പറ്റുമോ? വായിൽ വെക്കാൻ പറ്റുമോ? പറ്റോ? ഞാൻ ഉണ്ടാക്കി തന്ന പോലെ പറ്റത്തില്ല, ആരെ കൊണ്ടും പറ്റൂല കഴിക്കാൻ. ഡയലോഗ് അടിക്കാതെ പോയി ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഹലോ ഞാനൊരു ഫ്ലോലൊക്കെ ഉണ്ടാക്കി തുടങ്ങും. നീ ഒരുപാടങ്ങ് കളിക്കല്ലേ? ഞാൻ ഇതിലൂടെ അല്ല ഉണ്ടാക്കുന്ന രാമൂട്ട് നീ തന്നെയാണ് പറഞ്ഞേക്കുന്നത് എല്ലാം സ്റ്റാർട്ടിന്റെ. ഗൈസ്, അതിന് വേണ്ടിയിട്ട് ഞാൻ പാസ്ത മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ക്രീം ഉണ്ട്. പിന്നെ എന്താ, ചീസ് ഉണ്ട്. ചീസ് ഫ്രിഡ്ജിനകത്ത്, അത് നമുക്ക് ആവശ്യം വരുമ്പോ എടുത്താൽ മതി. ആദ്യം നമ്മളിത് കത്രിക ഒരു സാധനം വെച്ചെടുത്താൽ കാണൂല, പിന്നെ എങ്ങനെ ഉണ്ടാക്കുക? അതുകൊണ്ട് എനിക്ക് മൂടില്ല, ഞാൻ പോവാ. നീ ഇടക്ക് വെച്ചിട്ട് വാക്ക് മാറി എന്റെ തലയിലെങ്ങനെ ഇട്ടാണ്ടല്ലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാ, ഇതെടുത്ത് ഇവിടെ വെക്കണം, ഇവിടെ വെക്കണം, ആദ്യം എന്താ ചെയ്യുന്ന പാസ്ത ബോയിൽ വേവിക്കാൻ പോവാണ് അല്ലേ? ഇതിന്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾ വേറെ നോക്കിക്കോ. അതെ, രണ്ടുപേർക്ക് കഴിക്കാൻ പറ്റിയ അളവ് മതി അല്ലേ? 250. കൊറേ ടൈപ്പ് പാസ്ത ഉണ്ട്. ഇത് പിരിയനാണ്. പിരിയൻ പാസ്ത? അങ്ങനെയൊന്നും പാസ്ത ഒന്നും ഇല്ല. പിരിയൻ പാസ്ത പോലും ഇത് പിരിഞ്ഞിക്കണ്ടല്ലേ? ഗോവണ്ടോ ചളി അടിച്ചാൽ ഉണ്ടാക്കാനില്ലേ? പിന്നെ ഇങ്ങനെ മറ്റേ ഷെല്ല് പോലെ അങ്ങനത്തെ ഒരു ഷേപ്പ്, പിന്നെ നീളൻ, അങ്ങനെയൊക്കെ ഇല്ലേ? ഇങ്ങനെ കുഴല്. വീഡിയോ പകുതിയെ കണ്ടുള്ളൂ, ഫുൾ കണ്ടില്ല. ഓക്കെ, അപ്പൊ ഇത് വേവിക്ക്. വെള്ളം ഒഴിക്ക്. വെള്ളം എടുത്തിട്ട് എല്ലാം നിൽക്കണ്ട, ഒരു മിനിറ്റ് വെള്ളം എടുത്തിട്ട് തരാം. ഇതാണ് ഒരു കുക്കറി. ഇന്നലെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു കുക്കറി ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സാധനവും എടുത്തു വെക്കാതെ കുക്കറി ചാനലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അവരല്ലേ ഇങ്ങനെ ആക്കും. ലൈറ്റർ എവിടെ കത്തിക്കേണ്ട സാധനം? അതെ, അവിടെ ഇരിക്കണ രാമൂട്ട. ഇതെങ്ങനെ TV സ്റ്റാൻഡിൽ വന്നൊന്നും അറിയാൻ പാടില്ല. ഉപ്പിടണ്ടേ? ഞാൻ എടുത്തിട്ട് വരാം. ഒരു സംശയം ചോദിച്ചോട്ടെ, തിളച്ചയിലേക്കാണ് ഒഴിക്കേണ്ടത് അല്ല ഇട്ടിട്ട് തിളപ്പിക്കാറുണ്ട്? തിളച്ച വെള്ളത്തിലേക്കായിരിക്കും നമ്മള് മാഗി ഒക്കെ അങ്ങനെയല്ലേ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ആദ്യം എടുത്ത് മാറ്റിയത് അത് ഒരു പാത്രത്തിലാക്കാം അല്ലേ? ഇനിയപ്പോ പുള്ളിയുടെ വീഡിയോ നോക്കി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി ഇയാളെ പുള്ളിയുടെ വീഡിയോ കണ്ടപ്പോ പ്രശ്നമായ ചെയ്യത്. നമ്മളിത് ചൂടാക്കട്ടെ, ഒരു മിനിറ്റ് ഇപ്പൊ വരാം. അപ്പൊ നമ്മളിത് കത്തിക്കാൻ പോവാണ്. പാൻ വെക്കാം, എന്നിട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുന്നറിയാം, ഒരു മുങ്ങിക്കിടക്കാൻ പറ്റിയൊരു വെള്ളം, അതാണ് അതിന്റെ കണക്ക്. ഏകദേശം ഇത്രയും വെള്ളം മതിയാവുമായിരിക്കും. എന്നിട്ട് ഇത് തിളക്കാം. തിളക്കാം. തിളച്ചതിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വഭാവം ഉണ്ടാ? എനിക്ക് കത്തി ഒരു സിമ്മാക്കണം, താഴെ പോയിട്ട് നോക്കണം. അതിനോ? അതെനക്ക് അറിയത്തില്ല, എനിക്ക് പണ്ടേ അങ്ങനെയാണ്. അതതിനെ പറ്റി ഒരു അറിവില്ല. അറിയുന്ന ആളുണ്ടാക്കുന്ന ഞാൻ സ്റ്റൗവിന്റെ കാര്യല്ലേ പറയുള്ളൂ. പാസ്തയുടെ വലിയ ആള് നീയല്ലേ? ഉണ്ടാക്കിക്കോ. തിളക്കായിരിക്കും. മാഗി പോലെ അത്ര ഇതല്ലേ? കുട്ടിക്കിനെ പറ്റൂല, വിവരമില്ലല്ലേ? മതി വാ, തിളക്കുന്നവരെ വേറെ ആള് തിളക്കട്ടെ. നമ്മളെന്തിനാണ് ചൂടിപ്പിക്കും? ഇനി തിളക്കുന്നവരെ നമുക്ക് വെറുതെ സമയം, നമുക്ക് വെറുതെ മൊബൈലൊക്കെ ഇരുന്ന് തിളക്കുന്നവരെ സമയമുണ്ട്. ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറയുന്ന പോലെ ശരിക്കും തിളച്ചു. ശരിക്കും കോമളകൾ തിളക്കണം, ഇങ്ങനെ ഗുളുഗുളു ഗുളുഗുളു വരണം.
നോക്കണം. നോക്ക്. ഇത് ഗുളു. ഇനി നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 250 ഗ്രാമാണ് ml 250 ഗ്രാം എന്ത് ചെയ്യുന്നു? പാസ്ത ഇടുന്നു. ഇത് കഴുകണായിരുന്നോ പാസ്ത കഴുകാനാ? പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പുകൾ ചേർക്കുന്നു. ഉപ്പ് എല്ലാരും പറയുന്ന പോലെ ആവശ്യത്തിന്. ഇനി ഇത് വേവണ വരെ വെയിറ്റ് ചെയ്യാം. വേവുന്ന സമയം കൊണ്ട് വെയിറ്റ് ചെയ്യാ. A few inches later. അത് വേവട്ടെ. ഇതിപ്പോ എന്റെ തലയിലാവുന്ന തോന്നുന്നത്. രാമുട്ട ആ സമയം കൊണ്ട് ക്രീം ഉണ്ടാക്കാം. അപ്പൊ ഒറ്റടിക്കെല്ലാം കഴിയുമല്ലോ. ക്രീം ഉണ്ടാക്കാൻ ആ പാത്രത്തിൽ തന്നെ ഒറ്റ പാത്രമേ ഉള്ളൂ ഇവിടെ. അതെല്ലാരും അറിയിക്കണ്ട. ആ പാത്രം തിരിച്ചും മറിച്ച് നമ്മൾ ആഗ്രഹിക്കണ്ട. എന്തിനാണ് ഈ രണ്ടുപേരുള്ളടുത്ത് കുറെ പാത്രങ്ങൾ? നമ്മൾ ആകെ രണ്ടുപേരല്ലേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് പാത്രം വേണ്ട. ഇല്ലെങ്കിൽ പാത്രം കഴുകി എന്റെ രാമുന്റെ നടുപൊടി. ആരുടെ? രാമുന്റെ. ആരുടെ? തിളക്കുന്നുണ്ട്. ചെയ്യൂ. ആ തിളക്കട്ടെ ഇത്. ഓക്കെ ഗൈസ്, ഇപ്പൊ തിളച്ചിട്ട് നമുക്ക് കാണാം. രാമുട്ടതായിട്ടുണ്ട് കേട്ടോ. ആയി. വാ. ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാസ്ത റെഡിയായി. ഇനി ഇതിന്റെ ക്രീം റെഡിയാക്കാം. നമുക്കല്ല രാമുട്ടിന്. അങ്ങോട്ട് ചെയ്തേ പാത്രം എത്ര സ്പൂണാ എടുക്കുന്നത് നമ്മള്? ഈ പാത്രത്തിലേക്ക് ഈ പാത്രം മാറ്റാം. അത് ആരെങ്കിലും പൊത്തി വെച്ചോ? ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന്റെ ക്രീമാണ്. വേണമെങ്കിൽ ഈ പാത്രം കഴുകിയിട്ട് നമുക്ക് ശരിക്കും ഈ പാത്രം കഴുകിയിട്ട് രണ്ടാമത് ഉപയോഗിക്കണം എന്നാണ്. അതിനെ കഷ്ടപ്പാടാണ്. നമുക്ക് എന്ത് ചെയ്യാം? കത്തിക്കുക, ലോ ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ ബട്ടർ ഇടണം. വെളുത്തുള്ളിയാ വേണമെങ്കിൽ എടുത്തുതരാം. അപ്പൊ 2 മിനിറ്റ് നമ്മൾ ഈ കത്തിച്ച സാധനം ഒന്നുകൂടി ഓഫ് ചെയ്യും. വെളുത്തുള്ളി അരിയട്ടെ. കുനുകുന ഇത് കൊള്ളാലോ പരിപാടി. തന്നെയല്ലേ ചെയ്യുന്നേ? ഞാൻ തന്നെയല്ലേ ചെയ്യുന്നേ. പിന്നെ ഇങ്ങനെ കുനുകുന അരിച്ച വെളുത്തുള്ളി. ഇത് ബട്ടറിൽ ഇങ്ങനെ റെഡി ആവുന്ന സമയം കൊണ്ട് നമ്മളെടുത്ത മറ്റേ സാധനം ഇടും. പൊളിച്ചില്ല ഇതൊന്നും. നമ്മള് ചില്ലി ഫ്ലേക്സ് ഇടും. ഇതെല്ലാം നേരത്തെ റെഡി ആയിട്ട് ഇങ്ങനെ ബൗളിൽ വെക്കണം. അതിന് ചില്ലി ഫ്ലേക്സ്, തേങ്ങ 250 ml ഫ്രഷ് ക്രീം. അത് ഫുൾ ഒഴിക്കാം. അതിങ്ങനെ വീഴുന്നതിന്റെ രസം വേറെ തന്നെയാണ്. ഇത് നമ്മളിങ്ങനെ മാക്സിമം ഞെക്കി പിഴിഞ്ഞ് ഇതിന്റെ തീ കൂടാൻ പാടില്ല. തീ കൂടിയാൽ പ്രശ്നമാണ്. മൊത്തം അടിക്ക് പിടിച്ച് പാത്രമുള്ള അവസരങ്ങൾ കഴുകി പ്രാന്താവും. അതെ, ഒരു ചീനച്ചട്ടി അവിടെ കരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അതിനെ വിളിപ്പിച്ചെടുക്കാൻ. ഇട്ടോ ആവശ്യത്തിനിട്ടോ. ഇങ്ങനെ എപ്പിടാനാവും. വെള്ളമുണ്ട് പൊന്നു. കുഴപ്പമില്ല, ഇത്ര ഇട്ടാ മതി തോന്നുന്നു. ബാക്കി എന്ത് ചെയ്യും? ബാക്കി പാസ്ത ചായക്ക് തിന്നു. ഒരു കപ്പ് 100 ml അത്ര മാത്രമേ പാസ്ത എടുക്കാൻ വേണ്ട. അത് ആ പാസ്ത ഇങ്ങനെ ലിക്വിഡ് വേണ്ടേ? എടാ വേറെ സാധനം കൂടി വേണോ? എന്ത് സാധനം? പിന്നെ നമ്മളിങ്ങനെ ഇടുന്നേ അത് മേടിച്ചിട്ടാ. ഒരു സാധനം ഉണ്ടാക്കാൻ പോകുമ്പോ മിനിമം അതിനകത്ത് എന്ത് വേണമെങ്കിലും നോക്കണം. ഇത് അവസാനേ പറയുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ? എന്താ ചീസാണോ? അല്ല, ചീസ് എടുക്ക്. വേഗം ചീസ് എടുക്ക്. അല്ലടാ ഒരു പൊടി ഇടൂല ഇങ്ങനെ മുകളിലേക്ക് കൂടാ. സീസണിങ് എന്ത് ഗാനോ ആയാലും അത് ഇല്ല മതി. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ചെയ്ത ചീസാണ് നല്ലത്. പക്ഷെ അതൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ പിന്നെ എന്നെ വെച്ച് ഗ്രേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ മുറിക്കുക. എന്ത് ചെയ്യുക? കൂടെ എപ്പോഴും നിങ്ങൾ ഒരാളെ കരുതണം ഇതുപോലെ പണിയെടുക്കാൻ. പെപ്പർ ഇടണം. പെപ്പറല്ല ആദ്യം ഇടേണ്ട സാധനമാണ്. മറ്റേ ഇത് ഇടണ്ടോ? മറന്നുപോയി. അപ്പൊ നിങ്ങൾ മറക്കാതിരിക്കുക. പിന്നെ ഉപ്പിടാണ്ട് കുരുമുളക് ഇടുന്ന പോലെ തന്നെ ഉപ്പ് ഇടുക. നീ ഇട്ടോ ഉപ്പ്.
മതിയാവൂന്ന് തോന്നുന്നു. മുടി കത്തണ്ട, അങ്ങനെ മാറിയിക്കേ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒരു ഇതും കൂടെ പൊടിച്ചിട്ടല്ല, എന്തോ ഒരു കുറവുണ്ട്. എന്താണ്? ടേസ്റ്റ് ആയിരിക്കും. നീ പിശിക്കാണ്ട് കുറച്ച് ഇട്ടതിൻ്റെ അകത്തേക്ക് മുറിച്ചിട്ട് വയസ്സ് എന്താണോ കയ്യിലുള്ളത് അവസാനം അതെല്ലാം ഇങ്ങനെ ഇടുക. ഇതൊക്കെ ഇവൻ ചെയ്യേണ്ട പണിയാ. ഇനി എന്റെ ഒന്നും പ്രതീക്ഷിക്കത്തില്ല. കഴിഞ്ഞു, പാസ്ത കഴിഞ്ഞു. ഈ കുറച്ച് ലിക്വിഡ് ഫോം വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ വെള്ളമില്ലേ, ആ വെള്ളം കുറച്ച് ആഡ് ചെയ്താൽ മതി. വെള്ളം കുറച്ചധികം പാസ്തയും കൂടെ വീണിട്ടുണ്ട് വെള്ളത്തിന്റെ കൂടെ. നന്നായിരിക്കും. അപ്പൊ നമ്മുടെ പാസ്ത റെഡി. ആൽഫ്രെഡോ പാസ്ത. ആ പാസ്ത ആൽഫ്രെഡോ പാസ്ത റെഡി ആയിരിക്കുകയാണ് ഗായ്സ്. എന്നോട് പറഞ്ഞു നിനക്ക് ഗാർലിക് ബ്രെഡും കൂടെ ഉണ്ടാക്കി തരാന്നൊക്കെ ഉണ്ടാക്കിയ. സത്യം പറഞ്ഞില്ല. നീ എന്താ ചെയ്യണേ? ഇളക്കൂ, എടുക്കൂ, ഇളക്കൂ, എടുക്ക്. ഇതല്ലേ ഇത്? പണിയുണ്ട്, വെറുതെ ഇരിക്കുന്ന പോലെ അല്ല ഇത്. കണ്ടില്ലേ? കണ്ട അതിന്റെ കറക്റ്റ് ഓഫ് ചെയ്താ തീ കത്തിക്കാൻ ഇത്തിരി നേരം കിടന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മള്. തീ വേണോ? തീ വേണോ? വേണ്ടേ? ഇനി മതി. തീ ഓഫ് ആയാലും കുഴപ്പമില്ല, നമുക്ക് തീ ഇല്ലാണ്ടും കത്തിക്കാം. അല്ലച്ചേ, തീ ഇല്ലാണ്ടും ഇളക്കാം. ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കി. ഇതിപ്പോ പാസ്ത കൂടിപ്പോയതുകൊണ്ടാവും. അല്ല, പാസ്ത ഇവിടെ അധികം ഇട്ടത് കൊണ്ടാവും. അതുകൊണ്ട് ഇത്ര ഒരു എന്താ പറയാ, കുറച്ച് ലൂസ് വേണം, എന്നാലാണ് അതിന്റെ ഒരു ഗുമ്മ. ഇനി ഇളക്കിക്കൊണ്ടിരിക്കണ്ട ഗൈസ്. ഇനി സെർവ് ചെയ്ത് തരുമോ? അത് ഞാൻ ചെയ്ത് തന്നെ ആയിരിക്കും. ഇനി ഇത് അടിപൊളിയായിട്ട് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. ഹലോ, ഇതൊന്ന് ഒരു പാത്രത്തിലാക്കി താപ്പാ. ഒന്ന് പാത്രത്തിലാക്കി പാത്രത്തിലാക്കി ഒരു പാത്രം എടുത്തിട്ട് ഒരു പാത്രം ലാസ്റ്റ് ഒരു പാത്രം എടുത്തിട്ട് ഗൈസ്, നല്ല സെറാമിക് പാത്രം വർണ്ണിക്കണ്ട. ഇത് അടിപൊളിയായിട്ട് എങ്ങനെ പ്ലേറ്റ് ചെയ്യാന്നുള്ളത് എന്റെ മോനെ കിടുക്കാച്ചി ഷാൻ ചെയ്ത വെക്കും ഇതുപോലെ. സത്യം പറഞ്ഞാൽ അതിനെ എന്നെ കോപ്പി അടിച്ചാൽ പഠിച്ചേ. ഇനി വേറെ സാധനം ഗാർണിഷ് ഉണ്ട്. ഇനി ഇതാണ് ഗാർണിഷിങ്ങിന്റെ മെയിൻ ഐറ്റം. ഇങ്ങ് വാ നീ കാണിച്ചു കൊടു. തമ്പം വേറെ എന്തോ അല്ലയാണ് ആൾക്കാർ വെക്കാറ്. നമുക്കിപ്പോ മല്ലിച്ചപ്പേ ഉള്ളൂ, അറിയൂല. ഇനി നമുക്ക് ഇവളെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഇവിടെ ഉണ്ടാക്കി എന്നാ പാസ്ത ടേസ്റ്റ് ചെയ്ത് നോക്കൂ. കഴിക്ക്. നീ എന്ത് നീ ആയതുകൊണ്ട് ഇതെന്താ ഇതിനകത്ത്? ഗാർണിഷാ. ഗാർണിഷ് 2 പച്ചമുളകും കൂടി വെട്ടി സൈഡിൽ വെച്ചാൽ അടിപൊളിയായിരുന്നു അല്ലേ? ഇറ്റാലിയൻ ഡിഷാണ്, അല്ലാതെ ഗൈസ് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ. നീ എന്താ ചെയ്തല്ലേ ഉള്ളൂ? ഞാൻ എടുത്തു കൊടുത്ത പാസ്ത. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. അത്ര പോറൊന്നുമില്ല. അതിൽ വെക്കാൻ പറ്റില്ലേ? 10 എത്ര കൊടുക്കും? 8 തരും. നീ എടുത്തൊന്നുണ്ടായിരിക്കും, മതി. അത്ര തന്നാ മതി, അത്രേ ഉള്ളൂ. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ പാസ്ത. വളരെ സിമ്പിളാണ്. അപ്പൊ ഗൈസ് കുറ്റം പറഞ്ഞ് തിന്നണ്ട കേട്ടോ. പറഞ്ഞിട്ട് അപ്പൊ ഗൈസ്, രാമുന്റെ ഇതുപോലത്തെ ഡിഷസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പൊ നമുക്ക് ഇനി അടുത്തുണ്ടാക്കുന്നത് കാണാമല്ലോ. അടുത്തെന്താ ഉണ്ടാക്കുന്നേ? അടുത്ത് നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ പറയുന്ന ഡിഷ്. അതിന്റെ പ്രത്യേകം ഞാനില്ലാതെ ഇവളെ കൊണ്ട് അടുത്ത ഡിഷ് ഞാൻ എന്താ ഉണ്ടാക്കിപ്പിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെറ്റ് ആക്കി തരാം. അപ്പൊ ഗൈസ്, ടാറ്റാ.